കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാകുന്നു. ആശങ്ക ഒഴിയുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, മൂന്നാം നിലയിലെയും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് ഈ തീ നിയന്ത്രണം വിധേയമാക്കാനുള്ള പരിശ്രമങ്ങൾ. അത് 6-ാം മണിക്കൂറിലേക്ക് പിന്നിട്ടു. 6 മണിക്കൂർ പിന്നിടുകയാണ്. ഏകദേശം ഇപ്പോൾ 4:40 തുടങ്ങിയ തീപിടുത്തമാണ്. അത് 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അന്തിമഘട്ടത്തിലേക്ക് ഒരുപക്ഷെ 7-ാം മണിക്കൂർ പിന്നിടുമ്പോഴേക്കും പൂർണ്ണമായും തീ അണക്കാൻ പറ്റുമെന്നൊരു ആശ്വാസകരമായ രീതിയിലേക്ക് പോകുന്നു. അതിന് ഒരു വലിയ പരിശ്രമമാണ് അഗ്നിരക്ഷാസേനയ്ക്ക് നടത്തേണ്ടി വന്നത്. അഗ്നിരക്ഷാസേന മാത്രമല്ല, എടുത്തു പറയേണ്ടത് കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അതിന് പിന്തുണ അറിയിച്ച് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായഹസ്തം അർപ്പിച്ച് അത് ഈ രക്ഷാദൗത്യം നടത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ച്, അല്ലെങ്കിൽ ഈ ലഘുഭക്ഷണങ്ങളൊക്കെ എത്തിച്ച് അവർക്ക് ക്ഷീണിതരാകാതിരിക്കാനുള്ള നിരന്തരമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ, അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. കോൺഗ്രസും CPIM-ഉം മുസ്ലിം ലീഗും, ഒപ്പം തന്നെ CPI-യും BJP-യും അടക്കമുള്ള ആളുകൾ, അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മത സാമുദായിക സംഘടനകൾ അടക്കം രംഗത്തിറങ്ങിക്കൊണ്ട് നടത്തിയ ഒരു നിതാന്തമായ ഒരു രക്ഷാദൗത്യം, അത് അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക്, അതിന്റെ ഒരു പരിശ്രമം അതിന്റെ ഒരു ഫലത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ കെട്ടിടത്തിന്, കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ കെട്ടിടത്തിന്, വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടത്തിന് കൃത്യമായ ഒരു സുരക്ഷ ഉണ്ടായിരുന്നു. അഗ്നി ശമനത്തിനുള്ള അല്ലെങ്കിൽ അഗ്നിരക്ഷയ്ക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, കോഴിക്കോട് നഗരത്തിൽ ബീച്ചിൽ ഉണ്ടായിരുന്ന ബീച്ച് അഗ്നിരക്ഷാ നിലയം, ബീച്ച് ഫയർ സ്റ്റേഷൻ, അത് മാറ്റരുത് എന്ന നിരന്തരാവശ്യമുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി കേവലം ഒരു യൂണിറ്റ് മാത്രമുള്ള ഒരു അഗ്നിരക്ഷാ നിലയമാക്കി കോഴിക്കോട് നഗരത്തിലെ സംഭവ സ്ഥലത്ത് നിന്നാണ് നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിനുണ്ടായ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമീപ പ്രദേശങ്ങളുണ്ടായ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു. റിയാസ് KM ആണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.